ഞങ്ങൾ ഡാൻസ് കളിക്കണം. എന്നോട് എല്ലാവരും ക്ഷമിക്കണം, ഗതികേട് കൊണ്ടാണ്. അല്ല, ഞാൻ ഡാൻസ് കളിക്കൂലായിരുന്നു. അത് ഞങ്ങളെ ഇങ്ങനെ വീട്ടിൽ ഞങ്ങളെല്ലാം വെറുതെ ഇരിക്കുമല്ലോ. പാസ്പോർട്ട് ഇല്ല, അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ. പിന്നെ ചേച്ചി കഴിഞ്ഞ 5 കൊല്ലമായി യൂട്യൂബ് തുടങ്ങിയിട്ട് ഈ ലോകത്ത് ഞങ്ങളുടെ ഈ അടുത്തുള്ള സ്ഥലങ്ങളിലും ഇന്ത്യയിലും കേരളത്തിലും എല്ലാ സ്ഥലത്തും പോയി. ഇനി പോകാൻ സ്ഥലമില്ല. ഇനി ക്യാമറ കൊണ്ട് ചെന്ന് അവർ എന്നെ ആട്ടിപ്പായിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഫ്രീ ടൈമില് ഡാൻസ് കളിക്കാം. അവൻ ആര് പറഞ്ഞു ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ വണ്ടി മേഖലയാണല്ലോ നമ്മുടെ ഇത്. അപ്പൊ ഇതിന്റെ ഒക്കെ ബാക്കി പത്രങ്ങൾ കിടപ്പുണ്ട്. കാണിച്ചു തരാം. അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇതിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കൊടുക്കും. അങ്ങനെ കുറെ സാധനങ്ങൾ കൊടുത്തു. ഇനി ബാക്കി ഇത്രയൊക്കെ ഈ കാണുന്ന ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇത് കുറേ ഉണ്ടായിരുന്നു. പ്ലേ ബട്ടൺ ഇങ്ങനെ അത് ഞങ്ങള് ഈ സാധനം മേടിച്ചില്ല. അപ്പൊ എന്റെ ഒരു സബ്സ്ക്രൈബർ ഞങ്ങൾക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കി തന്നു. ഞങ്ങള് തിരക്കിട്ട പരിപാടിയാണല്ലോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തില്ല, ഓർത്തില്ല. ബട്ടൺ യൂട്യൂബിന്റെ കയ്യില് അല്ലേ? ഇനി എന്ത് എന്ന് ചോദിച്ചു ഞങ്ങളുടെ സിമ്പിൾ. കമാൻ, ഇതാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് പോകുന്ന വഴി. ഇതാണ് ഞങ്ങളുടെ സിമ്പിൾ, ഞങ്ങളുടെ ലോഗോ. ഇത് ഞാൻ, ഇത് ലിബിൻ, ഇത് ഞങ്ങളാക്കി ഞങ്ങളുടെ വണ്ടി. ഇത് ഈ വിളിച്ചിട്ട് ഇതിന് ട്രേഡ് മാർക്ക് ഒക്കെ ഉള്ള കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഒരു ഹോട്ടലിൽ നിന്ന് ഫീൽ കിട്ടുന്നില്ല. അങ്ങനെ തന്നെ പറയണം കേട്ടോ, അല്ലെ ബിരിയാണി ഞാൻ തരില്ല. മതി 2 ചിക്കൻ, അത് 4 ഉറപ്പിച്ചു. ഇതാണ് ഞങ്ങളുടെ വണ്ടിയുടെ മേൽഭാഗ സംഭവങ്ങളൊക്കെ. ഇതുണ്ട് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം. ചേച്ചി പിന്നെ എന്നെ വിചാരിച്ചേ? ഓ അല്ലല്ല, ഇത് വണ്ടി നമ്മൾ നേരത്തെ കണ്ട വണ്ടിയില്ലേ, അതിനെങ്ങനെ ചേർത്തിട്ടാക്കുന്ന ഈ സംഭവം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുണ്ടോ, ഇവിടെയാണ് എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട് അവിടെയാണ്. ഇവിടുന്ന് 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കർണാടക. അത്രേ ഉള്ളൂ, എല്ലാം അടുത്തടുത്താ. ഞങ്ങൾക്ക് ബാംഗ്ലൂരിന് 200 സംതിങ് കിലോമീറ്റർ ഉള്ളൂ. എറണാകുളത്തിന് സെയിം ലേക്ക്. ദൂരണ്ട്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ചോദിക്കാൻ പറഞ്ഞു ഞാനേ. അതായത് നമ്മുടെ ഇപ്പൊ ആക്സിഡന്റ് നടന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. പിന്നെ കുറച്ച്